അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3 കാര്യങ്ങൾ. സലാസുൻ ഉഖ്സിമു അലൈഹിന്ന വ ഉഹദ്ദിസുക്കും ഹദീസൻ ഫഹ്ഫദൂഹു. ഞാൻ ആണയിട്ട് പറയുന്നു, ഉറപ്പായും അത് സംഭവിച്ചിരിക്കും, സത്യം ചെയ്ത് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസ് തുടങ്ങുന്നത്. 3 കാര്യങ്ങളാണ് പ്രവാചകൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, മാന ഖസദ് സ്വദഖത്തു മിമ്മാൽ. സ്വതക്ക, ദാനധർമ്മം ഒരിക്കലും നിങ്ങളുടെ സമ്പത്ത് കുറക്കുകയില്ല. അഥവാ ദാനം ചെയ്യുന്ന ശീലം ചെറുതോ വലുതോ അത് നിങ്ങളുടെ സമ്പത്തിനെ ഇരട്ടിപ്പിക്കും, അത് വർദ്ധിക്കും. ഇത് ഉറപ്പാണ്, സത്യം ചെയ്ത് ഞാൻ പറയുന്നു, അള്ളാഹുവിൽ സത്യം അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, വമാ സാദല്ലാഹു അബ്ദുൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. നിങ്ങൾ ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക, തോറ്റു കൊടുക്കുക. ഭാര്യക്ക്, മക്കൾക്ക്, അയൽവാസിക്ക്, ശത്രുവിന് തോറ്റു കൊടുത്ത് നോക്കൂ. നിങ്ങളുടെ ദറജ വളർന്നുകൊണ്ടേയിരിക്കും, ഉയർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ വാശി പിടിച്ച് മറ്റുള്ളവരെ വിജയിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നിങ്ങൾ പരാജയപ്പെടും എന്ന ഓപ്പോസിറ്റ് മീനിങ് കൂടി ഇതിലുണ്ട്. അപ്പോൾ തോറ്റു കൊടുക്കാൻ ശീലിക്കുക, പ്രതികരിക്കാതിരിക്കാൻ. ചിലപ്പോഴൊക്കെ നമുക്ക് വായിൽ പലതും വരും, ദേഷ്യം വരുമ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ ശീലിക്കുക. തീർച്ചയായും നിങ്ങളുടെ പദവി വർദ്ധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് ഇതിനേക്കാൾ ഗൗരവമുള്ള വിഷയം. വലാ ഫതഹ അബ്ദുൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹല്ലാഹു അലൈഹി ബാബ ഫഖരിൻ. നിങ്ങൾ ആളുകളുടെ മുമ്പിൽ കൈനീട്ടാൻ ശ്രമിച്ചാൽ അള്ളാഹു ദാരിദ്ര്യത്തിൻ്റെ കവാടം നിങ്ങൾക്ക് തുറന്നു തരുന്നു. പരമാവധി ആരോടും ചോദിക്കാതിരിക്കുക. നിങ്ങൾ എപ്പോഴാണ് കൈനീട്ടുന്ന ശീലം തുടങ്ങുന്നത് അന്നു മുതൽ ദാരിദ്ര്യത്തിൻ്റെ കവാടങ്ങൾ നിങ്ങൾക്ക് തുറന്നു തരും. ഇത് വളരെ ഭയക്കേണ്ട ഒരു ഹദീസാണ്. അപ്പം ഈ 3 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ സത്യം ചെയ്തു പറയുന്നു, വഉഹദ്ദിസുക്കും ഹദീസൻ ഫഹ്ഫദൂഹു. ഞാൻ ഈ പറയുന്ന വചനങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസ് പങ്കുവെക്കുന്നത്. ഈ 3 കാര്യങ്ങളും അതിജാഗ്രതയോടെ നാം ജീവിതത്തിൽ പാലിക്കുവാൻ, ഈ പ്രവാചക വചനത്തെ സഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ സമീപിക്കാൻ നമ്മൾ ശ്രമിക്കുക. ജീവിതത്തിൻ്റെ പ്രോസ്പെരിറ്റി, ജീവിതത്തിൻ്റെ അഭിവൃദ്ധി, ജീവിതത്തിൽ സാമ്പത്തികമായ ഉയർച്ച ഈ ഹദീസുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ള ഒരു കാര്യം കൂടിയാണ് എന്ന് ഇതോടുകൂടി ചേർത്ത് പറയാണ്. പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ.